ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചമ്പനി റിപ്പോർട്ടിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി ആവട്ടെ രാവിലെ തന്നെ പടക്കം പൊട്ടണ സൗണ്ടൊക്കെ കേട്ടിട്ട് കട്ടിൽ നിന്ന് ചാടി എണീക്കാൻ കേട്ടോ. എന്നിട്ട് ഒരു കൈ ഇങ്ങനെ തലയിൽ വെച്ചിട്ട് നേരെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ആടി ആടി വരികയാണ്. അപ്പോൾ ദേവൂട്ടി ചോദിക്കുന്നത്, ഇതെന്താ സച്ചിയേട്ടാ തലയിൽ കൈയൊക്കെ വെച്ച് വരുന്നതെന്ന് പറയുമ്പോൾ രേവതി പറയണം, അത് പിന്നെ മോളെ നിനക്കറിയില്ലേ, ഇന്നലെ കഴിച്ചതിൻ്റെ ഹാങ് ഓവർ വിട്ട് മാറിയിട്ടില്ല, അതുകൊണ്ടാണ് കയ്യിൽ തലയിൽ കൈ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ വീഴുമെന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ സച്ചി ഒന്നും മിണ്ടുന്നില്ല. പിന്നീട് കാണിക്കുന്നത് പടക്കം പൊട്ടലും കമ്പിത്തിരി കത്തിക്കലും ഒക്കെയാണ് കേട്ടോ. ദീപാവലി ആയല്ലോ. ഈ സമയത്ത് നമ്മുടെ രവിയേട്ടനും ചന്ദ്രമതിയും ശ്രുതിയൊക്കെ അവിടെ അടിച്ച് പൊളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശ്രീകാന്ത് ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് വർഷം വന്നിട്ട് പറയുന്നത്, ഇതെന്താ ശ്രീകാന്ത് ഇങ്ങനെ ദീപാവലിയായിട്ട് വിഷമിച്ചിരിക്കണമെന്ന് പറയുമ്പോൾ, ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആലോചിക്കണം, അച്ഛനും അമ്മയൊക്കെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടാവും എന്ന് പറയുമ്പോൾ, അതൊക്കെ നിൻ്റെ തോന്നലാണ്, അവരൊക്കെ ദീപാവലി അടിച്ച് പൊളിക്കുന്നുണ്ടാവും, നീ അതൊക്കെ വിട്ടിട്ട് നീ വന്നേന്ന് പറയാനുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് ചെല്ലുകയാണ്. അങ്ങനെ അവർ കമ്പിത്തിരിയൊക്കെ കത്തിച്ചിട്ടിരിക്കുകയാണ്. ശ്രീകാന്ത് പടക്കം കഴിഞ്ഞിട്ട് പടക്കം എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് നമ്മുടെ റോഷൻ ആ വഴിക്ക് വരുന്നത്. റോഷൻ ഇവരെ കാണുകയാണ്. നോക്കുമ്പോൾ നമ്മുടെ വർഷം അവിടെ ഒറ്റയ്ക്ക് കത്തിച്ചുകൊണ്ടിരിക്കണതാണ് കാണുന്നത്. റോഷൻ എന്ത് ചെയ്യും, ആ കാർ ഇങ്ങനെ പാഞ്ഞു കൊണ്ടുവന്നിട്ട് വർഷയുടെ മേത്ത് ചെറുതായിട്ടൊന്ന് ഇടിക്കുകയാണ്. ഇടിക്കുമ്പോൾ തന്നെ വർഷം അവിടെ കെട്ടിമറിഞ്ഞ് വീണതാണ് പ്രൊമോയിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിച്ച് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.